സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കറിയാം നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അബ്കാരി നിയമമുണ്ട്, അതേപോലെ ഒരുപാട് നിയമങ്ങളുണ്ട്. പിന്നെ കള്ള് ഷാപ്പിൻ്റെ കള്ളിൻ്റെ ക്വാണ്ടിറ്റീസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കള്ള്, അല്ലെങ്കിൽ നമുക്കറിയാം കള്ള് ഷോപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15 ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടാവും കള്ള് ഷാപ്പിനെ കുറിച്ച് പഠിക്കണോ, കള്ളിനെ കുറിച്ച് പഠിക്കണോ എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി എത്ര തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളത്? കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി എത്ര മരങ്ങളുടെ കൂമ്പ് ചെത്താൻ അല്ലെങ്കിൽ എത്ര തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഞാൻ ഈ തരുന്ന 15 ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് 15 ചോദ്യമായിട്ടാണ് പറയുന്നതെങ്കിലും ഇതൊറ്റ ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. കാര്യം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം ചിലപ്പോൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്കറിയാം ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരം ആ രീതിയിലായിരിക്കും ചോദിക്കുക. എന്തായാലും ഏത് രീതിക്കായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി എത്ര തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് അനുമതിയുള്ളത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് 3 തരം മരങ്ങളാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം 3 തരം, നമുക്ക് അബ്കാരി നിയമം പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്, അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി 3 തരം മരങ്ങളുടെ കൂമ്പ് ചെത്താനാണ് നമുക്ക് അനുമതി ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തിനി ഈ 3 മരങ്ങൾ അല്ലെങ്കിൽ ഈ 3 തരം മരങ്ങൾ ഏതൊക്കെ മരങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമുക്കറിയാം തെങ്ങ് തന്നെയാണ്. രണ്ടെന്ന് പറയുന്നത് തെങ്ങ്, പന, ചൂണ്ടപ്പന. 3 തരം മരങ്ങളാണ് നമുക്ക് അബ്കാരി നിയമപ്രകാരം 3 തരം മരങ്ങളിൽ നിന്നാണ് നമുക്ക് കള്ള് ചെത്താനുള്ള അനുമതിയുള്ളത്. ഒന്നെന്ന് പറയുന്നത് തെങ്ങാണ്, രണ്ടെന്ന് പറയുന്നത് പനയാണ്, 3 പറയുന്നത് ചൂണ്ടപ്പനയാണ്. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ക്ലാസ് കാണുന്നവരുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ നമുക്കിതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1 പറയുന്നത് തെങ്ങാണ്, 2 പറയുന്നത് പനയാണ്, 3 പറയുന്നത് ചൂണ്ടപ്പനയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറും ഫയർമാനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ എന്തായാലും സിവിൽ എക്സൈസ് ഓഫീസർ ലിസ്റ്റിലുള്ളവരും അപ്പോൾ ഇനി ലിസ്റ്റിൽ വരാനുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടുകാരാണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലക്കാരാണ്? പാലക്കാട് ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലക്കാരാണ്? പാലക്കാട് ജില്ലക്കാരാണ്. നമുക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. പാലക്കാട് ജില്ലക്കാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു തെങ്ങിൽ നിന്ന് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് എത്രയാണ്? ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അബ്കാരി നിയമപ്രകാരം 3 മരങ്ങളിൽ നിന്നാണ് നമുക്ക് കള്ള് ചെത്താനുള്ള അനുമതിയുള്ളത്, തെങ്ങ്, പന, ചൂണ്ടപ്പന. അപ്പോൾ ഓരോ മരത്തിൽ നിന്നും നമുക്ക് ഡെയിലി കിട്ടുന്ന കള്ളിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ തെങ്ങിൽ നിന്നും നമുക്ക് എത്ര കള്ള് കിട്ടും, ഒരു ദിവസം എത്ര കള്ള് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ 1.5 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഒരു തെങ്ങിൽ നിന്നും ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. ഒരു തെങ്ങിൽ നിന്നും ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാവുന്ന കള്ളിൻ്റെ പരമാവധി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു പനയിൽ നിന്നും ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കള്ളിൻ്റെ അളവ് എത്രയാണ്? 4.5 ലിറ്ററാണ്. ഓക്കെ, ഒരു തെങ്ങിന് 1.5 ലിറ്റർ ആണെങ്കിൽ ഒരു പനയ്ക്ക് 4.5 ലിറ്ററോളം കള്ള് ഒരു പനയിൽ നിന്നും ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാനായി കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞത് തെങ്ങിൽ നിന്ന് 1.5 ലിറ്റർ, പനയിൽ നിന്ന് 4.5 ലിറ്ററോളം കള്ള് നമുക്കൊരു ദിവസം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ ചോദ്യം, ഒരു ചൂണ്ടപ്പനയിൽ നിന്ന് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കള്ളാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നാണ്. അതാണ് ഏറ്റവും വലുത് കേട്ടോ, 6.25 ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് 1.5 ലിറ്റർ, ഒരു പനയിൽ നിന്ന് 4.5 ലിറ്റർ, അതേപോലെ ഒരു ചൂണ്ടപ്പനയിൽ നിന്ന് 6.25. ഓക്കെ, അപ്പോൾ ഒരു ചൂണ്ടപ്പനയിൽ നിന്ന് 6.25 ലിറ്ററോളം കള്ള് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. സംശയമുണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ?
അപ്പോൾ നമ്മൾ 3 മരങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കേരള അബ്കാരി നിയമപ്രകാരം നമുക്ക് കള്ള് ചെത്തിയെടുക്കാൻ കഴിയുന്നത് 3 മരത്തിൽ നിന്നാണ്: തെങ്ങ്, പന, ചൂണ്ടപ്പന. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണെന്ന് പറഞ്ഞു. ഒരു തെങ്ങിൽ നിന്ന് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 1.5 ലിറ്ററാണ്. അതേസമയം ഒരു പനയിൽ നിന്നാണെങ്കിൽ അത് 4.5 ലിറ്റർ ആവും. അതേസമയം ഒരു ചൂണ്ടപ്പനയിൽ നിന്നാണെങ്കിൽ അത് എത്രയായിട്ട് മാറും? 6.25 ലിറ്ററോളം കള്ള് നമുക്കൊരു ചൂണ്ടപ്പനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായി കഴിയും. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കള്ളിൽ ഏതു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളിതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കള്ളിൽ ഏതോ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെയൊക്കെ ഫലമായിട്ട് അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടാകും. ഈ ആൽക്കഹോൾ ഉണ്ടാകുന്ന പ്രക്രിയയുടെ പേര് എന്തെന്ന് ചോദിക്കാം. ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ പുളിക്കൽ എന്ന് പറയും. ഓക്കെ, പുളിക്കൽ നമുക്കറിയാം. നമ്മൾ മാവൊക്കെ പുളിക്കാൻ വയ്ക്കുന്ന കാര്യമൊക്കെ അറിയാമല്ലോ. കള്ളിൽ ആൽക്കഹോൾ രൂപീകരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ഫെർമെൻറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പുളിക്കൽ എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഫെർമെൻറ്റേഷൻ എന്ന് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? കള്ളിൽ ആൽക്കഹോൾ രൂപീകരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ പുളിക്കൽ എന്ന് പറയും. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കള്ളിലെ ഫെർമെൻറ്റേഷൻ പ്രക്രിയ അവസാനിച്ചാൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ പേരെന്താണ്? കള്ളിലെ ഫെർമെൻറ്റേഷൻ പ്രക്രിയ അവസാനിച്ചാൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ പേരാണ് അസറ്റിക് ആസിഡ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ കള്ളിൽ ആൽക്കഹോൾ ഉണ്ടാകുന്ന പ്രക്രിയയുടെ പേരാണ് എന്ത്? ഫെർമെൻറ്റേഷൻ. എന്നാൽ ഈ കള്ളിൽ ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രക്രിയ അവസാനിച്ചാൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ പേരെന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡാണ് കള്ളിൽ ഫെർമെൻറ്റേഷൻ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ പേരാണ് അസറ്റിക് ആസിഡ്. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഏത് പദാർത്ഥത്തിൽ നിന്നാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് കള്ളിൽ നിന്നാണ്. സംശയമുണ്ടോ? അപ്പോൾ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? കള്ളിൽ നിന്നാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കള്ളിൽ നിന്നാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്? കള്ളിൽ ഒരു പ്രക്രിയയുടെ ഫലമായാണ് ആൽക്കഹോൾ ഉണ്ടാകുന്നത്. ഏതാണ് ആ പ്രക്രിയ എന്ന് ചോദിച്ചാൽ അത് ഫെർമെൻറ്റേഷനാണ്. എന്നാൽ ഫെർമെൻറ്റേഷന് ശേഷം നമ്മുടെ കള്ളിലുണ്ടാകുന്ന ആസിഡ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അസറ്റിക് ആസിഡാണ്. വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ കള്ളാണ്. അപ്പോൾ കള്ളിൽ നിന്നാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതെന്നാണ് ചോദ്യം. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? അത് അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. സംശയമൊന്നുമില്ല? ക്ലിയർ ആണേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്തായിരുന്നു? കള്ളിൽ ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടാകുന്നത്? ഫെർമെൻറ്റേഷനാണ്. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രക്രിയയുടെ ഫലമായിട്ട് കള്ളിലുണ്ടാകുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി. അപ്പോൾ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എന്താണ്? നമ്മുടെ കള്ള് തന്നെയാണ്. വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും അത് അസറ്റിക് ആസിഡ് തന്നെയാണ്. സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി കള്ളിൻ്റെ അളവ് എത്രയാണ്? കേരളത്തിൽ ഒരാൾക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവ് എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. എത്രയാണ്? 1.5 ലിറ്റർ. ഒരു തെങ്ങിൽ നിന്ന് എത്ര ഉൽപ്പാദിപ്പിക്കുന്നു അത്രയും ലിറ്റർ നമ്മുടെ കയ്യിൽ വയ്ക്കാൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ തെങ്ങിൽ നിന്ന് 1.5 ലിറ്റർ, പനയിൽ നിന്ന് 4.5 ലിറ്റർ, ചൂണ്ടപ്പനയിൽ നിന്ന് 6.25 ലിറ്ററോളം നമുക്ക് എന്ത് കിട്ടും? കള്ള് കിട്ടും. അതിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 ലിറ്റർ കള്ളാണ്. സംശയമുണ്ടോ? 1.5 ലിറ്റർ കള്ള് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കയ്യിൽ കരുതാൻ കഴിയും. കയ്യിൽ വെക്കാൻ കഴിയുന്ന കള്ളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. സംശയമൊന്നുമില്ലേ? ക്ലിയർ ആണേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, തെങ്ങിൻ കള്ളിൽ പരമാവധി അനുവദിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയെന്നാണ് ചോദ്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തെങ്ങിൻ കള്ളിലും അതേപോലെ നമുക്കറിയാം തെങ്ങിലുണ്ട്, പനയിലുണ്ട്, ചൂണ്ടപ്പനയിലുണ്ട്. ഈ മൂന്നിലും അനുവദിച്ചിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് എത്രയെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. തെങ്ങിൽ അനുവദിച്ചിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവെന്ന് പറയുന്നത് 8.1%. അപ്പോൾ 8.1% ആൽക്കഹോളാണ് നമ്മുടെ തെങ്ങിൻ കള്ളിൽ അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ തെങ്ങിൻ കള്ളിൽ എത്ര ആൽക്കഹോൾ അനുവദിച്ചിട്ടുണ്ട്? 8.1% നമ്മുടെ തെങ്ങിൻ കള്ളിൽ അനുവദിച്ചിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, പനങ്കള്ളിൽ അനുവദിച്ചിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവെന്ന് പറയുന്നത് 5.2 ആണ്. ഓക്കെ, അപ്പോൾ തെങ്ങിൻ കള്ളിൽ 8.1, പനങ്കള്ളിൽ 5.2. എന്നാൽ ചൂണ്ടപ്പനയിലാണെങ്കിൽ അത് 5.9 അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക. തെങ്ങിൻ കള്ളിൽ അനുവദിച്ചിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവെന്ന് പറയുന്നത് 8.1. അതേസമയം അത് പനങ്കള്ളിലാണെങ്കിൽ 5.2, ചൂണ്ടപ്പനയിലാണെങ്കിൽ അത് 5.9 മാറും. സംശയമൊന്നുമില്ലേ? ക്ലിയർ ആണേ? അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, അബ്കാരി ഷോപ്പ് ഡിസ്പോസൽ റൂൾ നിലവിൽ വന്ന വർഷം ഏതാണ്?
അബ്കാരി ഷോപ്പ് ഡിസ്പോസൽ റൂൾ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2002-ലാണ്. അബ്കാരി ഷോപ്പ് ഡിസ്പോസൽ റൂൾ വരുന്നത് 2002-ലാണ്. അബ്കാരി നിയമത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അബ്കാരി നിയമം എന്നുള്ള കാര്യം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ കള്ളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കള്ളിന് വേണ്ടി എത്ര മരം ചെത്താനുള്ള അനുവാദം നമുക്കുണ്ട്? 3 തരം. ഏതൊക്കെയാണത്? പന, തെങ്ങ്, അതേപോലെ ചൂണ്ടപ്പന. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. അതേപോലെ കേരളത്തിൽ ഏത് മരത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ തെങ്ങിനാണ്. തെങ്ങുകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ തെങ്ങിന് 1.5 ലിറ്ററേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ് ചോദിച്ചാലും അത് തെങ്ങിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? 3 മരങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. തെങ്ങുണ്ട്, പനയുണ്ട്, ചൂണ്ടപ്പനയുണ്ട്. ഈ 3ൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കള്ളിൻ്റെ അളവ് നമ്മൾ പഠിച്ചു. തെങ്ങിൽ നിന്ന് 1.5 ലിറ്റർ, പനയിൽ നിന്നാണെങ്കിൽ അത് 4.5 ലിറ്ററാണ്. അതേപോലെ സമയം ചൂണ്ടപ്പനയാണെങ്കിൽ ഇത് 6.25 ലിറ്ററാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ എന്താണ്? കള്ളിൽ ഏതോ ഒരു പ്രക്രിയയുടെ ഫലമായിട്ട് ആൽക്കഹോൾ ഉണ്ടാവും. ആ പ്രക്രിയയുടെ പേരാണ് ഫെർമെൻറ്റേഷൻ എന്ന് പഠിച്ചു. ഈ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് ശേഷം കള്ളിൽ ബാലൻസ് വരുന്ന ആസിഡിൻ്റെ പേരാണ് അസറ്റിക് ആസിഡ് എന്ന് പഠിച്ചു. ഈ അസറ്റിക് ആസിഡ് തന്നെയാണ് വിനാഗിരി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത് കള്ളിൽ നിന്നാണ്. ഓക്കെ, അത് നമുക്കറിയാലോ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് കള്ള് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആസിഡാണ് അസിറ്റിക് ആസിഡ്. ഈ അസിറ്റിക് ആസിഡിനെ പറയുന്ന പേരാണ് വിനാഗിരി. അപ്പോൾ വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്ന എന്തിൽ നിന്നാണ്? നമ്മുടെ കള്ളിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കേരളത്തിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കള്ളിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു തെങ്ങിൽ നിന്ന് എത്ര ലിറ്റർ കിട്ടുന്നു അത്രയും കള്ള് നമുക്ക് എന്ത് ചെയ്യാം? കയ്യിൽ വെച്ചേക്കാം. എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.5 ലിറ്ററാണ് കേട്ടോ. 1.5 ലിറ്റർ കള്ള് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൈവശം വയ്ക്കാനായിട്ട് കഴിയും. പിന്നെ പറയുന്നത് എന്താണ്? തെങ്ങിൻ കള്ളിൽ പരമാവധി അനുവദിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എന്ന് പറയുന്നത് 8.1 പനങ്കള്ളിലാണെങ്കിൽ 5.2 മാറും. ചൂണ്ടപ്പനയിലാണെങ്കിൽ 5.9 മാറും. സംശയമൊന്നുമില്ലേ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? കേരള അബ്കാരി ഷോപ്പ് ഡിസ്പോസൽ റൂൾ വന്ന വർഷം എന്ന് പറയുന്നത് 2002 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഇത് ഒറ്റ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇത് കള്ളെന്ന് പറയുന്ന ടോപ്പിക്കല്ലേ, അപ്പോൾ ഈ ടോപ്പിക്ക് ആയിട്ട് തന്നെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭാഗ്യം ഉണ്ടെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്കിത് ചോദിക്കാനും സാധ്യതയാണ്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ സാധാരണ MCQ രൂപത്തിൽ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലെ ഓരോ ടോപ്പിക്കായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. നാളെ നിങ്ങൾക്കുണ്ടാകുന്ന ക്ലാസ് CPOയുടെ ക്ലാസ്സാണ്, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.